ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഒരു പുതിയ ചാപ്റ്ററാണ് പഠിക്കുന്നത്. നമ്മൾ ഇത്രയും കാലം ഞാൻ നിങ്ങൾക്ക് ചരകസംഹിതയിൽ ഉത്തരാർദ്ധത്തിൽ പഠിപ്പിച്ച ചികിത്സകൾ ഛർദി തൊട്ടിട്ട് നമ്മൾ ദ്വിവ്രണീയം വരെ പഠിച്ചു. ഇനി അടുത്ത ചാപ്റ്ററാണ് ത്രിമർമ്മീയ ചികിത്സ. ദാറ്റ് ഈസ് 26th ചാപ്റ്റർ. 26ാമത്തെ ചാപ്റ്ററാണ് ചരകസംഹിത ചികിത്സാ സ്ഥാനത്തിലെ ത്രിമർമ്മീയം. നമുക്ക് ജസ്റ്റ് ഒരു ത്രിമർമ്മീയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരിക നമ്മൾ അഷ്ടാഹൃദയത്തിൽ പഠിച്ച് ശിരോഹൃദയവസ്ത്യാദി മർമാണി അസ്തനാംതു സന്ദേഹ മധ്യമ രോഗമാർഗത്തിലെ ആ ശ്ലോകമാണ്. അപ്പം ത്രിമർമ്മീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വൈറ്റൽ പോയിൻറ്റ്സ് ഇൻ ദ ബോഡി ഓർ വൈറ്റൽ പാർട്സ് ഇൻ ദ ബോഡി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സപ്തോത്തര ശതം മർമ്മങ്ങൾ എത്ര പറയുന്നുണ്ട്? 107 മർമ്മങ്ങൾ. സപ്തോത്തര ശതം നാമം മർമ്മം എന്ന് അഷ്ടാംഗൃതകാരനും സുശ്രുത ആചാര്യനും പറയുന്നു. ഇവൻ ചരകനും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന അങ്ങനെ തന്നെയാണ്. 107 മർമ്മങ്ങൾ തന്നെയാണ്. ആ 107 മർമ്മങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രിമർമ്മമാണ് ശിരോഹൃദയ വസ്തി. അപ്പം നമ്മൾ ഈ ത്രിമർമ്മീയ ചികിത്സ അല്ലെങ്കിൽ ത്രിമർമ്മീയ അധ്യായം എന്ന് ചരകൻ്റെ ആസ്പെക്റ്റിലേക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിക്കുന്ന ദ്വിവ്രണീയം പഠിക്കുമ്പം ചരകസ്തു ചികിത്സിതേഹി. Charaka is highly concentrated on general medicines. Charaka is not at all dealing with, he is dealing with and not at all or not muchly concentrated on Shalya diseases or Shalakya diseases. Even though Dvivraniya is a highly concentrated on Shalya Tantra, and this, if you're coming to Trimarmiya Chikitsa, it is concentrating or he is giving much concentration on ശാലക്യ. സോ ചരകന് എല്ലാ ഐഡിയയും എല്ലാത്തിനെക്കുറിച്ചും സർവ്വവ്യാപിയായിട്ടുള്ള അസുഖങ്ങളെ കുറിച്ചിട്ട് നല്ല ഐഡിയ ഉണ്ടായിരുന്നു. ആ ഐഡിയ ചരകൻ്റെ ലിമിറ്റേഷൻ വെച്ചിട്ട് ചരകൻ അറിയില്ല എന്നല്ല, ചരകന് അതിൻ്റെ മീൻസ് അത്രത്തോളം ഡീറ്റെയിൽ പോകണ്ട. മറ്റേ തന്ത്രങ്ങൾ അത്ര ഡീറ്റെയിൽ ആയി പോയതുകൊണ്ട് ഞാൻ ഇത്ര തന്ത്രങ്ങളിൽ ഇതുപോലത്തെ തന്ത്രങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പോകണ്ട എന്ന് ഉദ്ദേശമുള്ളതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയി പറയാത്തത്. ബട്ട് ഹി ഹാസ് മെൻഷൻഡ് ശാലക്യതന്ത്ര ഡിസീസസ് ആസ് വെൽ ആസ് ശല്യതന്ത്ര ഡിസീസസ്. സോ ത്രിമർമ്മീയ അധ്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസ്കൃതത്തിലും അഷ്ടാംഗത്തിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഇയർ പഠിക്കാൻ പോകുന്ന ശാലക്യതന്ത്ര ഡിസീസുകളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശല്യതന്ത്രത്തിൽ കാണുന്ന സുശ്രുതത്തിൽ കാണുന്ന പല അസുഖങ്ങളും മെൻഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലാണ്. സോ ചരകസംഹിത ഇഷ്ടമുള്ള ഒരാൾ ചരകസംഹിതയിൽ ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് ചരകത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് നോളജ് ഉള്ള ഒരാളാണെങ്കിൽ ക്വസ്റ്റ്യൻസിൽ സെറ്റ് ചെയ്യുന്നെങ്കിൽ അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കൂടുതലായിരിക്കും. ബിക്കോസ് എന്ന് വെച്ചാൽ ഇത് ചരകൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ചാപ്റ്ററാണ്. സോ ക്വസ്റ്റ്യൻസ് വിൽ കംസ് ഫ്രം ദിസ് ചാപ്റ്റർ. ചാൻസ് ഈസ് മോർ. സോ യു ഹാവ് ടു ബി മോർ ഐഡിയ റിഗാർഡിങ് ദിസ് ചാപ്റ്റർ. സോ ഈ ത്രിമർമ്മീയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞാൽ എല്ലാം കൺസെപ്റ്റുകൾ പറയുന്നതാണ്. മീൻസ് കൺസെപ്റ്റുകൾ എന്ന് വെച്ചാൽ ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റുകൾ നന്നായിട്ട് നമുക്ക് ആയുർവേദം മനസ്സിലാകണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള നോളജ് വേണം. കൺസെപ്റ്റുകൾ. സോ കൺസെപ്റ്റുകളാണ് ഈ ചാപ്റ്ററിലും അധികവും പറയുന്നത്. കൺസെപ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറീസ്, എങ്ങനെയാണ് അസുഖത്തിൻ്റെ, എങ്ങനെയാണ് ദോഷങ്ങൾ ഉത്ഭവം, എങ്ങനെയാണ് ദോഷങ്ങൾ പോകുന്നത്, ഇതൊക്കെയാണ് ശരിക്കും കൺസെപ്റ്റുകൾ എന്ന് പറയും. ഈ കൺസെപ്റ്റുകളാണ് ഈ ത്രിമർമ്മീയത്തിലൊക്കെ പറയുന്നത്. നമ്മൾ ഈ ചാപ്റ്റർ വായിക്കുമ്പം നമുക്ക് തോന്നുന്ന ത്രിമർമ്മീയം 3 മർമ്മങ്ങൾ, ശിരസ്, ഹൃദയം, വസ്തി, ഈ 3 മർമ്മങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് മാത്രമാണോ എന്ന് മാത്രമല്ല, ഹോൾ ഓവർ ദി പാത്തോളജി, ഹോൾ ഓവർ എങ്ങനെയൊക്കെ ഡിസീസ് ഉണ്ടാകും, എങ്ങനെയൊക്കെ ഇതൊരു പാത്തോളജി അസുഖത്തിലേക്ക് പോകാം എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് ഡീറ്റെയിൽ ആയി പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. സോ അപ്പം നമുക്ക് പിന്നെ ഈ ഒരു ചാപ്റ്ററിന് വേറൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് ത്രിമർമ്മീയത്തിന്. നിങ്ങൾ ചരകസംഹിത വായിക്കുന്ന സമയത്ത് ടോട്ടൽ 120 ചാപ്റ്റേഴ്സ് ആർ എക്സ്പ്ലെയിൻ ഇൻ ചരകസംഹിത. എമംഗ് ദം 84 ചാപ്റ്റേഴ്സ് ആർ നെയിംഡ് അക്കോർഡിംഗ് ടു ഓർ നെയിംഡ് ഗിവൺ ടു നെയിം ബൈ ദ കണ്ടൻസ് ഓഫ് ദ ചാപ്റ്റർ. സോ 120 ചാപ്റ്ററിൽ 84 ചാപ്റ്റർ ആ ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റിൻ്റെ കണ്ടൻറ്റ് മീൻസ് അതിൻ്റെ സാരാംശത്തിൻ്റെ ബേസിലാണ് പേരിട്ടിരിക്കുന്നത്. അതുപോലെ ബാക്കി 36 ചാപ്റ്റർ എന്ന് വെച്ചാൽ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വേർഡ് ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതാണ് ആചാര്യൻ ഇട്ടിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സൂത്രസാരത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ദീർഘഞ്ജീവതി അധ്യായം എടുക്കുകയാണെങ്കിലേ, ദീർഘഞ്ജീവതി അധ്യായം എങ്ങനെ പേര് വന്നത്? ശ്ലോകം ദീർഘഞ്ജീവിതം ഇച്ഛന്ത ഭരദ്വാജ ഉപാഗമാത്. അത് ശ്ലോകം തുടങ്ങുന്നത് തന്നെ ദീർഘഞ്ജീവിത എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ആ ചാപ്റ്റർ ദീർഘഞ്ജീവിതീയം എന്ന് പറയുന്നത്. പക്ഷേ ത്രിമർമ്മീയത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ത്രിമർമ്മീയം എന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ പറ്റില്ല. സപ്തോത്തര ശതം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആ ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റാണ് ത്രിമർമ്മങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങൾ എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിന് ത്രിമർമ്മീയം എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ട് ഇത് 26ാമത്തെ ചാപ്റ്ററായി പ്ലേസ് ചെയ്യുന്നു ചരകൻ? ശരിക്കും ഇതിൽ ചക്രപാണി കമൻട്രി പറയുന്നത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇപ്പം നമ്മൾ പറഞ്ഞു വിസർപ്പത്തിന് ശേഷം തൃഷ്ണ ഉണ്ടോ, കാരണം വിസർപ്പത്തിൽ പിത്തം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു, തൃഷ്ണത്തിലും എന്താണ് ചെയ്യുന്നത്, പിത്തം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. മദാത്യത്തിൽ നമുക്ക് ഇഞ്ചുറി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്,
അതങ്ങനെയാണ് വ്രണങ്ങൾ വരുന്നതെന്ന് പറയും. പക്ഷേ ഇതിൽ ദ്വിവ്രണയത്തിന് ശേഷം എന്തുകൊണ്ട് ത്രിമർമീയം വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്രപാണി അത്ര ലോജിക്കലായിട്ട് റീസൺ അല്ല തരുന്നത്. ഈസ് എക്സ്പ്ലെയിനിങ് ദാറ്റ് ദ്വിവ്രണീയെ ദ്വിസംഖ്യ ചിഹ്നരോഗ ചികിത്സം അഭിധാനാന്തരം ത്രിസംഖ്യ അവഛിന്നേ ശിരോ ബസ്തി ഹൃദയ മർമ്മരോഗ ചികിത്സിത അഭിധാനാർത്ഥം ത്രിമർമീയ ചികിത്സിത ഉച്ചിതേ. 2 തരത്തിലുള്ള 2 ടൈപ്പ് അസുഖങ്ങളുള്ള വ്രണം പറഞ്ഞിരിക്കുന്നു. ഇനി 3 തരത്തിലുള്ള അസുഖങ്ങൾ ബാധിക്കുന്ന ത്രിമർമീയം അധ്യായം എന്ന് പറഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചരക പെർസ്പെക്റ്റീവിൽ ഫസ്റ്റ് അക്കോർഡിംഗ് ടു ദോഷ വൈസ് തന്നെ മതാത്യത്തിന് ശേഷം അതിൻ്റെ ഇഞ്ചുറി കൊണ്ടുവരുന്ന ദ്വിവ്രണങ്ങളും അതൊരു ശല്യമായിട്ടുള്ള അത് ശല്യതന്ത്രം നാമ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബേസിൽ കൊടുത്തു. ഇനി അടുത്തത് ശാലക്യതന്ത്രം, ചരകൻ അത് ഇനി ശാലക്യതന്ത്രത്തിലേക്ക് കടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. അങ്ങനെയാണ് ചക്രപാണി തന്നിരിക്കുന്നത്. സോ ഇത് എഫക്ട്ലി ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ശിരോ ഹൃദയ വസ്തി, ഈ 3 സാധനങ്ങൾ എഫക്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത്. ശിരസ് ഈസ് നത്തിങ് ബട്ട് CNS, ദാറ്റ് ഈസ് ഹാർട്ട് ഈസ് നത്തിങ് ബട്ട് CVS, ആൻഡ് റീനൽ സിസ്റ്റം ഓർ യൂറിനറി സിസ്റ്റം ഇസ് റിലേറ്റഡ് വിത്ത് വസ്തി. സോ മർമ്മ എന്തുകൊണ്ട് ഇതിലിപ്പം നമുക്കൊരു മോഡേൺ ആയിട്ട് നമുക്കൊരു റിസർച്ച് നടത്തുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഈ ചാപ്റ്ററിന് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം, നമുക്കറിയാം CDC, നിങ്ങൾക്കറിയാം സെൻട്രൽ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ. അത് നമുക്കിപ്പം കൊറോണ ഒക്കെ വന്നപ്പോൾ എപ്പോഴും പേപ്പറിൽ വരുന്നതാണ് അമേരിക്കൻ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ CDC പറഞ്ഞ്. അതിൽ സെറിബ്രോ വാസ്കുലർ ഡിസീസ്, അതായത് CNS ബാധിക്കുന്ന ഒരു അസുഖം ഫിഫ്ത്ത് ലീഡിങ് കോസ് ഓഫ് ഡെത്ത് ആണ്. ലോകത്തിൽ 5th ലീഡിങ് കോസാണ് CNS ബാധിക്കുന്ന സെറിബ്രോ വാസ്കുലർ ഡെത്ത്. ആൻഡ് ഈവൻ കാർഡിയോവാസ്കുലർ ഡിസീസ് ഈസ് 31% ഗ്ലോബൽ ഡെത്ത്, 31% ഉണ്ട്. അതുപോലെ ക്രോണിക് കിഡ്നി ഡിസീസ് CKD, അതായത് വസ്തിയെ റിലേറ്റ് ചെയ്യുന്ന 40% ഓഫ് ദി ജനറൽ പോപ്പുലേഷൻ ഇൻ ദ US. അത് 14% എഫക്ട് ചെയ്യുന്നുണ്ട് US പോപ്പുലേഷൻ. അതേസമയം ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അതിലും കൂടുതലായിരിക്കും, ഇവൻ ചൈനയിലൊക്കെ ആണെങ്കിൽ. സോ ഈ ഒരു 3 കാരണങ്ങൾ, അതായത് വസ്തിയും ഹൃദയവും ശിരസ്സുമായി ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങളും കാരണം നമുക്ക് ഇന്ന് കാണുന്ന ഏറ്റവും കൂടുതൽ പെടുന്ന അസുഖങ്ങളാണ്, ഏറ്റവും കൂടുതൽ ഡെത്തിന് കാരണമാകുന്ന ഒരു കോസസ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിസീസാണിത്. അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ചരകൻ ഇത്ര ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. റെട്രോസ്പെക്റ്റീവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ റെട്രോസ്പെക്റ്റീവായി പഠിക്കുന്നു, പക്ഷേ ചരകൻ എഴുതുന്ന സമയത്ത് ചരകൻ പ്രോസ്പെക്റ്റീവായിരുന്നു. കാരണം ചരകൻ ഇത് എഴുതിയിരിക്കുന്നത് ചരകൻ അറിയായിരുന്നു ഇത് അന്നത്തെ കാലത്തും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. ഇനിയൊരു കാലത്തും ഇത് ഈ അസുഖം അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മീൻസ് ഭയങ്കരമായിട്ട് കാണാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷെ നമുക്കിപ്പം കാണുന്നില്ല. ഇതിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം 5th ലീഡിങ് കോസാണ് സെറിബ്രോ വാസ്കുലർ ഡെത്ത്. സോ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പ്രോപ്പറായി പഠിച്ചു കഴിഞ്ഞാൽ we will be having a good thorough knowledge regarding the theories of diseases, and we can give a successful treatment for a patient. So next one is the marma is mru marane ധാതു. നിങ്ങൾക്കറിയാം മരണത്തിന് കാരണമാകുന്ന എന്താണോ അല്ലെ ഇഞ്ചുറി എഫക്ട് ചെയ്ത് ആ പാട്ടിനെ മരണത്തിന് കാരണം എന്നല്ല, അതിനെ നമ്മൾ മർമ്മ എന്ന് വിളിക്കും, വൈറ്റൽ പോട്ട് എന്ന് വിളിക്കും. സോ ഇനി നമുക്കൊരു ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് കണക്ഷൻ വേണം. എപ്പോഴും ചരകസംഹിത അല്ലെങ്കിൽ ഏത് തന്ത്രങ്ങൾ പഠിക്കുന്ന സമയത്തും കണക്ഷൻ ഉണ്ടാവും. ആ ഒരു കണക്ഷൻ ബേസ്ഡിലാണ് ഇവർ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു എന്താ പറയുക, ഈ സിംപ്ലസ്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഏതൊരു കോമൺ മാനും ഈ ചാപ്റ്റർ വായിച്ചിട്ട് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും, ക്രാക്സുകൾ കൂടും. അതുകൊണ്ടാണ് ഇതിനെ ഒരു കോഡായിട്ട് പറയുന്നത്. ഡീകോഡിംഗ് ആണ്. ചരകസംഹിത എല്ലാം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രഹസ്യമാണ്, ഗൂഢരഹസ്യമാണ്. അപ്പം ഈ ഡീകോഡിങ് നമുക്ക് കാണണം. ഈ ഡീകോഡിങ് നമുക്ക് ഈ ചാപ്റ്റർ കൂടുതലായിട്ട് മനസ്സിലാണെങ്കിൽ കിയന്തഹ ശിരസിയ 17ാമത്തെ സൂത്രസ്ഥാനത്തിലെ 17ാമത്തെ ചാപ്റ്ററിൽ കിയന്തഹ ശിരസിയ അധ്യായത്തിൽ പലതും ശിരസിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഇനി ത്രിമർമീയ ചികിത്സ പഠിക്കണം. ഇനി നിങ്ങൾ വിനീത് സാർ പഠിപ്പിച്ചെന്ന് അറിയത്തില്ല, നിങ്ങൾക്ക് ത്രിമർമീയ സിദ്ധി പഠിക്കണം. ത്രിമർമീയ സിദ്ധി പഠിച്ചു കഴിഞ്ഞാൽ ഈ 3 ചാപ്റ്റർ നിങ്ങൾ ഓൾ ടുഗദർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു യു വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ റിഗാർഡിങ് ദിസ് ചാപ്റ്റർ ഓർ ദിസ് കൺസെപ്റ്റ്. സോ ദാറ്റ്സ് വൈ രഹസ്യം പരമമുത്തമം എന്നാണ് ചരകൻ പറഞ്ഞത്. രഹസ്യം പരമമുത്തമം മീൻസ് എല്ലാം ഞാൻ രഹസ്യം ഡീകോഡ് ചെയ്ത് വെച്ചിട്ടുള്ള, അല്ലെ കോഡ് ചെയ്ത് വെച്ചിട്ടുള്ള, യു ഹാവ് ടു ഡീകോഡ് ഇറ്റ് ദാറ്റ് വൺ. ദെൻ ശിരമർമ്മ, ഹൃദയമർമ്മ, വസ്തിമർമ്മ, വാട്ട് ഇറ്റ് ഇൻഡിക്കേറ്റ്സ്. ഉദാവർത്ത ത്രിമർമീയ ചികിത്സ. ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞു ഈ ഒരു ചാപ്റ്റർ ഇതിൻ്റെ കണ്ടൻറ് വോയിസിലാണ് ഇതിൽ ഈ പേര് നൽകിയിരിക്കുന്ന ത്രിമർമീയം എന്ന്, അല്ലാതെ ഫസ്റ്റ് ശ്ലോകത്തിൻ്റെ ബേസിലല്ല. ഇതിലൊത്ത് ഈ ചാപ്റ്ററിൽ പറയുന്ന
ഉദാവർത്തം എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ഉദാവർത്തം നമുക്ക് പഠിക്കാം എന്താണ് ഉദാവർത്തം എന്ന്. ഈ ഉദാവർത്തമാണ് മെയിൻ റീസൺ ഫോർ ഓർ വിഷ്യേഷൻ ഓഫ് ഓൾ വാദാസ്. ഉദാവർത്തം ഉണ്ടാകുന്ന വാദത്തിൻ്റെ വിശേഷം കൊണ്ടാണ്. പക്ഷെ വൺസ് ഉദാവർത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ വാദങ്ങളും പഞ്ചവാദങ്ങളും ഒരു വാദമാണ് മെയിനായിട്ടുള്ള റീസൺ ഉദാവർത്തത്തിന് അപാനവാദം. പക്ഷേ ഉദാവർത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ വാദങ്ങളും വിഷയേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ അങ്ങനെ എല്ലാ വാദങ്ങളും വിഷയേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, എല്ലാ വാദവും പ്രതിലോമമായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയാൽ, എല്ലാ വാദങ്ങളും അതിൻ്റെ സഞ്ചാര പദങ്ങൾ ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ എഫക്ട് ദി മർമാസ്, എസ്പെഷ്യലി ശിരസ്, ഹൃദയ ആൻഡ് വസ്തി. That will, when it affects these three marma, it will all the other organs directly or indirectly connects to shira, hridaya, vasti. So once it is affected by or anything, any vitiation happens to these three marma, which will in turn to lead further diseases, which will be having or which will finally leads to the fatality or mortality. സോ ഉദാവർത്ത നിങ്ങൾക്ക് ഈ ശ്ലോകങ്ങളൊന്നും വേണ്ട, നിങ്ങൾക്ക് ഔട്ട്ലൈൻ മാത്രമാണ് ടീച്ചിങ് മാനുവലിൽ തന്നിരിക്കുന്നത്. ബട്ട് ഔട്ട്ലൈൻ ദേ ആർ ടെല്ലിങ് ഈസ് ഔട്ട്ലൈൻ, ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഉദാവർത്ത, ദെൻ ഓൺലി യു വിൽ ബി ഹാവിങ് എ ഗുഡ് ഐഡിയ റിഗാർഡിങ് ത്രിമർമിയ. സോ അടുത്ത വർഷം നിങ്ങൾ ത്രിമർമിയങ്ങൾ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ശല്യത്തിൽ പഠിക്കുമ്പോഴോ ഉദാവർത്തം നിങ്ങൾക്ക് എന്തായാലും പഠിക്കണം. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഈ ഇയറിൽ എവിടെയെങ്കിലും വരുന്നുണ്ടോ, കൗമാരത്തിൽ വരുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രസൂതിയിൽ ഉദാവർത്തം ഉണ്ടെന്ന് തോന്നുന്നു. ഉദാവർത്ത അത് യോനി രോഗമാണ്. ഉദാവർത്ത ദിസ് ഈസ് ഉദാവർത്തം. നോ, ദിസ് ഈസ് ഉദാവർത്ത, യോനി രോഗത്തിൽ വരുന്ന ഉദാവർത്തം. അപ്പം സോ അത് രണ്ടും വ്യത്യാസമാണ്. പക്ഷേ പാത്തോളജിയൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. സോ എന്താണ് ഉദാവർത്തം എന്ന് പഠിക്കാം. ഹേതുവൻ സംപ്രാപ്തി കഷായ തിക്ത ഉഷ്ണ രൂക്ഷ ഭോജ്യേഹി സന്ധാരണ ഭോജനേർ മൈഥുനശ്ച പക്വാശേ കുപ്യന്തി ച ഛേദപാനഃ ചേദ് അപാനഃ ശ്രോതാംസി അധോഗാനി ബലിസ രുദ്ധ്വാ കരോതി വിൺമാരിത മൂത്രസംഗം കർമാത് ഉദാവർത്തം അധഃ സുഘോരം കഷായ തിക്ത ഉഷ്ണ രൂക്ഷ ഭോജ്യേഹി എല്ലാം നമുക്ക് പാത്തോളജി അല്ലെങ്കിൽ നമുക്ക് കോസറ്റീവ് ഫാക്ടേഴ്സ് നോക്കുമ്പോൾ ദാറ്റ് ഈസ് വിച്ച് കോസസ് ഒരു വിഷ്യേഷൻ ഓഫ് വാദ. സന്ധാരണ വേഗങ്ങൾ സന്ധയിക്കുക. പക്വാശയെ കുപ്യന്തി പക്വാശയത്തിലാണ് പാത്തോളജി നടക്കുക. ബിക്കോസ് എന്തുകൊണ്ട് പാത്തോളജി നടക്കുന്നത്? പക്വാശയമാണ് പക്വാശയ കടിശക്തി, പക്വാദാനം വിശേഷത. ദാറ്റ് മീൻസ് പക്വാശയമാണ് മെയിൻ സീറ്റ് ഓഫ് വാദ. സോ ഇതിൻ്റെ ഉദാവർത്തത്തിൻ്റെ അസുഖങ്ങൾ നടക്കുക, അസുഖങ്ങൾ വരിക, അല്ലെങ്കിൽ പാത്തോളജി ആദ്യമായിട്ട് നടക്കുക പക്വാശത്തിലായിരിക്കും. സ്വസ്ഥാനത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അസുഖം ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. സ്വസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ അസുഖത്തിന് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. കരോതി വിൺമാരുത മൂത്രസംഘം ക്രമാത് ഉദാവർത്തം അധ സുതരം. ഇങ്ങനെ കുപിതമായിട്ട് ഇങ്ങനെ ആഹാരങ്ങൾ അല്ലെങ്കിൽ വിഹാരങ്ങൾ, നമ്മൾ വാദത്തിനെ പ്രൊവോക്ക് ചെയ്യുന്ന ആഹാര വിഹാരങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പക്വാശത്ത് പോയി അത് വാദത്തിന് വിഷയേറ്റ് ചെയ്യുന്നു. വാദം എവിടെയാണ് പക്വാശത്തിൽ സീറ്റ് ചെയ്യുന്നത്? അപാനവാദത്തിന് വൈകുണ്ഠ്യം ചെയ്യുന്നു. ഈ അപാനവാദം വാദമൂത്ര പുരുഷ എന്ന് വെച്ചാൽ വാദം മീൻസ് ഫ്ലാറ്റുലൻസ്, മൂത്ര, യൂറിൻ, ഫീക്കസ് ഇതിനെയൊക്കെ ഒബ്സ്ട്രക്ട് ചെയ്തതിന് ശേഷം ഉദാവർത്തം എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാക്കുന്നു. പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട്. ദിസ് അസുഖം മീൻസ് ഉദാവർത്തം യോനി രോഗത്തിൽ ഉദാവർത്തയാണ്. അതെപ്പോഴും കൺഫ്യൂഷനാക്കി വിടുന്നതാണ്. അല്ലെങ്കിൽ വൈവൊക്കെ ചോദിക്കുന്നത് വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഉദാവർത്തം ആൻഡ് ഉദാവർത്ത. ഉദാവർത്തം ഈസ് എ ഡിസീസ് ഫോർ ജനറൽ ഡിസീസസ് ആൻഡ് ഉദാവർത്ത ഈസ് എ യോനി രോഗ. സോ അവിടെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ തലവേദന എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ട് കൺസെപ്റ്റാണ്. തലവേദന വന്നു കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള വൈദ്യന്മാർ കൺസെപ്റ്റ് അല്ലെങ്കിൽ നല്ല ഐഡിയ ഉള്ള വൈദ്യന്മാർ കൊടുക്കുക ചിരുവില്ലാതി കഷായമാണ്. ചിരുവില്ലാതി കഷായം ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അർഷസിലാണ്. അർഷസാണ് പറഞ്ഞിരിക്കുന്നത്. ചിരുവില്ല വന്യോഭയ പുനർനവ എന്ന് പറഞ്ഞിട്ടുള്ള യോഗം പറഞ്ഞിരിക്കുന്നത് അർഷസിലാണ്. എങ്ങനത്തെ അർഷസിൽ? ബ്ലീഡിങ് പൈൽസിൽ ആണ് ബ്ലീഡിങ് പൈൽസിലല്ല, ഡ്രൈ പൈൽസിലാണ് നമ്മൾ ചിരുവില്ലാതെ കഷായം കൊടുക്കുന്നത്. അതായത് ഒരു പേഷ്യൻറ്റ് പൈൽസ് വന്നു കഴിഞ്ഞാൽ ബ്ലീഡിംഗ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ചിരുവില്ലാതെ കഷായം കൊടുക്കും. അങ്ങനെ അല്ലെങ്കിൽ ഇനി ബ്ലീഡിങ് പൈൽസ് അല്ലെങ്കിൽ നമ്മൾ ദുഷ്പർശകാതി കഷായം കൊടുക്കും. പക്ഷേ ഈ ചിരുവില്ലാതെ കഷായം ആണ് ഈ തലവേദനക്ക് ചില വൈദ്യന്മാർ കൊടുക്കുക. ബിക്കോസ് എന്തുകൊണ്ടാണ് അവർ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൈൽസ് എന്ന് പറഞ്ഞൊരു അസുഖം, ലാർഷസ് എന്ന് പറഞ്ഞാൽ അപാനവാദത്തിൻ്റെ വൈഗുണ്യം കൊണ്ടുവരുന്ന അസുഖമാണ്. വൺസ് അപാനവാദം വൈഗുണ്യം ചെയ്താൽ ഓട്ടോമാറ്റിക്കലി സമാനവാദം വിഷയേറ്റ് ചെയ്യും. സമാനവാദത്തിൻ്റെ വ്യാനം, പിന്നെ ഉദാനവാദം, അവസാനം പ്രാണവാദത്തിന് എഫക്റ്റ് ചെയ്യും. ഇതൊരു ലെയർ കണക്ഷനാണ്. സോ വൺസ് അപാനവാദത്തിനെ കറക്റ്റ് ചെയ്യും. അപാനവാദത്തിനെ കറക്റ്റ് ചെയ്യുന്നത് എളുപ്പം, ബിക്കോസ് അതിൻ്റെ സ്ഥാനം പക്വാശമാണ്. അതിനെ റൂട്ടും ഏനൽ കലാണ് വാദത്തിൻ്റെ മെയിൻ റൂട്ട് നമുക്ക് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എളുപ്പമാണ്.
അനുലോമനം ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വാദങ്ങളും നോർമലാവും. എല്ലാ വാദങ്ങളും എസ്പെഷ്യലി അപാനവാദം നോർമലായി കഴിഞ്ഞാൽ പ്രാണവാദം വരെ നോർമലാവും. അങ്ങനെ തലവേദനക്ക് നിൽക്കുകയും ചെയ്യും. സോ അതാണ് ഈ വാദത്തിൻ്റെ കൺസെപ്റ്റ് ശരിക്കും വരുന്നത്. സോ ഇവിടെ അത് തന്നെയാണ്. ഇവിടെ ഉദാവർത്തം എന്ന് പറഞ്ഞിട്ട് അപാനവാദത്തിനാണ് കോംപ്ലിക്കേറ്റഡ് ആകുന്നത്, അല്ലെങ്കിൽ വിഷയേറ്റ് ചെയ്യുന്നെങ്കിലും അല്ലെ അപാനവാദത്തിനാണ് ഫസ്റ്റ് എഫക്ട് ചെയ്യുന്നതെങ്കിലും ലേറ്റർ ഓൺ ഇറ്റ് വിൽ എഫക്ട് ഓൺ ഓൾ അതർ വാദാസ്. സോ ഇവിടെ പക്വാശ ഇത്യാദീന ഉദാവർത്തം സംപ്രാപ്തി ലിംഗ ചികിത്സാനി. ഉദാവർത്തത്തിൻ്റെ സംപ്രാപ്തിയും ചികിത്സയും ചെയ്യേണ്ടത്, സംപ്രാപ്തി കാണുന്നത് ചികിത്സയും ചെയ്യുന്നത് പക്വാശത്തിലാണെന്ന് ചക്രപാണി ദത്ത പറഞ്ഞിരിക്കുന്നു. തനു കഥം അപാനഹ കുപിതോ അപാനസ്യവ സംഘം കരോതി. അങ്ങനെ അപാനത്തിന് സംഘം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, മൂത്രസംഘം. ഇനി ഇവിടെ പറഞ്ഞ് അപാനം തന്നെ അപാനൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും, വിഷയം ചെയ്ത ലക്ഷണങ്ങൾ കാണിക്കും. എങ്ങനെ? മനസ്സ് ഒബ്സ്ട്രക്റ്റ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കും. അതുപോലെ ഇന്ദ്രിയസ്യ സ്വസ്യ അഭിനിഗ്രഹ. അതുപോലെ അപാനവാദത്തിൻ്റെ തന്നെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങും വിഷയം ചെയ്തില്ല. അതൊരു സിമിലി തന്നേ ഉള്ളൂ ചക്രപാണി ദത്തം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ദെൻ ഉദാവർത്ത രൂപ രുക് വസ്തി ഹൃത് കുക്ഷി ഉദരേഷു അഭീഷ്ണം സുപൃഷ്ട പാർശ്വേഷു അതിദാരുണ സ്യാത് ആത്മാന ഹൃല്ലാസ വികർത്തികാശ തോതോ അവിപാകശ്ച സ വസ്തിശോധ വർച്ചോ അപ്രവൃത്തിർജഡ്രേച്ച ഗണ്ഡാനി ഊർധ്വശ്ച വായുർവിഹിതോ ഗുദേ സ്യാത് കൃച്ഛ്രേണ ശുഷ്കസ്യ ചിരാത് പ്രവൃത്തി സ്യാത് വാ തനുഃ സ്യാത് കരരൂക്ഷശീതഃ തതശ്ച രോഗാ ജ്വര മൂത്രകൃച്ഛ പ്രവാഹിക ഹൃദ്ഗ്രഹണീ പ്രദോഷഃ വമി ആന്ത്യ ബാധിത്യ ശിരോ അപിതാപ വാത ഉദര അഷ്ടീല മനോവികാരഃ തൃഷ്ണ അഷ്ടപിത്ത അർജി ഗുൽമ കാസശ്വാസ പ്രതിശ്യായ അർജിത പാർശ്വരോഗാः അന്യേ ച രോഗാः ബഹവോ അനിലോത്താः ഭവന്തി ഉദാവർത്തകൃതാः സുഘോരാः ചികിത്സം ചസ്യ യാവത് ഊർധ്വം പ്രവക്ഷ്യതേ തത് ശൃണു യോ അഗ്നിവേശഃ. സോ ഇവിടെ ഉദാവർത്ത ജനിത വ്യാധീസ്, അല്ലെ ഉദാവർത്തം കൊണ്ടുവന്ന സയൻസ് സിംറ്റംസ് ആണ് പറയുന്നത്, അല്ലെ ഉദാവർത്തം കൊണ്ടുവന്ന അസുഖം എന്ന് പറയും. എല്ലാം നിങ്ങൾക്ക് അസുഖങ്ങൾ പേരാണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. എല്ലാം വാദജമായിട്ടുള്ള പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള അസുഖമാണ്. വാദം ഡിഫറെൻറ്റ് സ്ഥലത്ത് പോയിക്കുള്ള ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന അസുഖമാണ്, അല്ലെങ്കിൽ ഡിസീസാണ് നമുക്ക് കാണിക്കുന്നത്. സോ എന്തൊക്കെയാണ്? ബസ്തി ഹൃത് കുക്ഷി ഉദര അഭീഷ്ടം. രുക്ക് എന്ന് വെച്ചാൽ പെയിൻ. വസ്തിയിൽ, ഹൃദയത്തിൽ, കുക്ഷി അബ്ഡോമനിൽ, ഉദരത്തിൽ, അഭീഷ്ണം സപൃഷ്ടുവ പാർശ്വ. പ്രശ്നം വെച്ചാൽ ഫ്ലാങ്സിൽ, സൈഡ്സിൽ അതിദാരുണം എക്സസ് ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും. ആത്മാന മീൻസ് അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ വരാം. ഹൃല്ലാസ മീൻസ് നോസി ഉണ്ടാവും. വികർത്തികാശ മീൻസ് കട്ടിങ് പെയിൻ. തോതോ അവിഭാഗം ഇൻഡൈജഷൻ സ വസ്തിശോധ. വസ്തിൻ്റെ അടുത്ത് യൂറിനറി സ്വെല്ലിംഗ് ഉണ്ടാവും, യൂറിനറി ബ്ലാഡറിൻ്റെ അടുത്ത്. വർച്ചോ അപ്രവൃത്തിർ ജഡ്രേ. വർച്ച മീൻസ് ഫീക്കൽ മാറ്റേഴ്സ് എക്സസ് പോവില്ല, പുറത്തേക്ക് പോകത്തില്ല. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. ഗണ്ഡാനി ഊർധ്വശ്ച വായുർവിഹതോ ഗുദേസ്യാത്. മേലോത്തേക്ക് ഊർധ്വമായിട്ടുള്ള വായുകൾ പോകാൻ തുടങ്ങും. ദെൻ കൃച്ഛ്രേണ ശുഷ്കസ്യ ചിരാത് പ്രവൃത്തി. കൃച്ഛ്രേണ ശുഷ്കസ്യ, ഇവൻ ഡെഫിക്കേഷൻ പോകുന്നത് കൃച്ഛ്രേണ ഡിഫിക്കൽട്ടായിരിക്കും. ശുഷ്കസ്യ ഡ്രൈ ആയിരിക്കും. ചിരാത് ടൈം എടുക്കും. ദെൻ സ്യാത് തനുസ്യാത് കരരൂക്ഷ ശീത. കരമായിട്ട് റഫായിരിക്കും, ശീതമായിരിക്കും, കോൾഡായിരിക്കും. തദശ്ച രോഗ ജ്വര മൂത്രകൃച്ഛ. ജ്വരമുണ്ടാവും, മൂത്രകൃച്ഛമുണ്ടാവും. പ്രവാഹിക മീൻസ് ഇറ്റ്സ് ലൈക്ക് അതിസാരം പോലെയാണ്, പക്ഷേ സ്ട്രെയിൻ ആയിരിക്കും ഭയങ്കരമായിട്ട് പോകാൻ. അതിനാണ് പ്രവാഹികം എന്ന് പറയുക. പ്രവാഹികം സ്പീഡായിട്ട് പോകും. അതിസാരത്തിനകം ചിലപ്പോൾ സ്പീഡായിട്ട് പോകും, പക്ഷേ അങ്ങനെ സ്ട്രെയിനോട് കൂടി നമുക്ക് സ്ട്രെയിൻ ഉണ്ടാക്കും ബോഡിയിൽ വല്ലാതെ. ഗ്രഹണി എന്ന് പറയുന്ന അസുഖം ഉണ്ടാകും. ഗ്രഹണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഗ്രഹണി നമ്മുടെ വയറ്റിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ മെലിയുന്ന ഒരു കാർഷ്യമായിട്ടൊരു ടൈപ്പാണ്. ബേസിക്കലി പറഞ്ഞാൽ മാൽ അബ്സോർപ്ഷനോ അല്ലെങ്കിൽ മെറ്റബോളിസം പ്രോപ്പറായി നടക്കാത്തൊരു അസുഖത്തിനാണ് ഗ്രഹണി എന്ന് പറയുക. വമി ആന്ത്യ ബാധിത്യ ശിരോ. വമി ഉണ്ടാവും, അന്ധത ഉണ്ടാവും, ബാധിരി എന്ന് വെച്ചാൽ വാദ പ്രൊഡോമിനൻ്റ് ഡിസീസസ് ആണ്. അത് നിങ്ങൾ ശാലക്യത്തിൽ അടുത്ത വർഷം പഠിക്കും. എന്താണ് ബാധിരി എന്ന് വെച്ചാൽ, എന്താണ് ആന്ത്യം എന്ന് വെച്ചാൽ അതും വാദ പ്രൊഡോമിനൻ്റ് ആണ്. എവിടെയൊക്കെ നാശങ്ങൾ വരുന്നു അവിടെയൊക്കെ വാദങ്ങൾ കാണും. ദാറ്റ്സ് വൈ വാദ ഈസ് റിലേറ്റഡ് വിത്ത് ശിവ ഈസ് എ സംഹാര വേറെ ദിസ് വാദ വിൽ ബി ദ. സോ അന്യച്ച രോഗ ബഹു അനിലോത്ത ഭവന്തി ഉദാവർത്തകൃത. എന്തൊക്കെ ഇനി ഞാൻ ഇവിടെ പറയാത്ത പല വാദജമായിട്ടുള്ള അസുഖങ്ങളുണ്ടോ അതൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഉദാവർത്തത്തിൽ എന്ന് ആചാര്യം പറയുകയാണ്. സോ ദെൻ ഉദാവർത്ത ചികിത്സ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യു ഹാവ് ടു സ്റ്റഡി ദിസ് വൺ ഇൻ യുവർ സിലബസ് ഓൾസോ. ദേ ഹാവ് പുട്ട് ഇറ്റ് ആസ് എസ്. തം തൈലശീത ജ്വര നാശനാക്തം സ്വേദേർ യഥോക്തൈഹി പ്രവിലീനദോഷം ഉപചാരേത് വർത്തി നിരൂഹ വസ്തി സ്നേഹ വിരേക അനിലോമന അന്യേഹി തം തൈല ശീതജ്വര നാശനാക്തം. ജ്വരത്തിൽ പറഞ്ഞിരിക്കുന്ന, ശീതജ്വരത്തിൽ പറഞ്ഞിരിക്കുന്ന തൈലങ്ങൾ യൂസ് ചെയ്യുക. സ്വേദേർ യഥോക്തേ പ്രവിലീനദോഷം. സോ മീൻസ് ഇങ്ങനെ ഈ ജ്വരത്തിൽ പറഞ്ഞിരിക്കുന്ന, ശീതജ്വരത്തിൽ പറഞ്ഞിരിക്കുന്ന തൈലങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ സ്വേദനം ചെയ്യുക. അതിനുശേഷം
ദെൻ അങ്ങനെ ഉണ്ട് വെച്ചാൽ പ്രവിലീന ദോഷം അങ്ങനെയുള്ള സമയത്ത് ഈ ഉദാവർത്തത്തിൽ ഈ ദോഷങ്ങൾ ധാതുക്കളുമായിട്ട് സഞ്ചയമായിട്ട് ലീനമായിട്ടുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ദോഷ സമ്മോഷണം നടത്തുക അതങ്ങനെ ഡീപ്പായിട്ട് ചിലപ്പോൾ ധാതുക്കളിൽ പോകും. അപ്പോൾ ഇങ്ങനെ സ്നേഹനവും സ്വേദനവും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതിനൊരു സിമിലി എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? സൂത്രസ്ഥാനം 11 ചാപ്റ്ററിലോ ഓർമ്മയില്ല, അല്ലെങ്കിൽ സിദ്ധിസ്ഥാനത്തിലൊന്നും അറിയത്തില്ല, പറയുന്നുണ്ട് ഒരു വടി അല്ല അവിടെയല്ല പറഞ്ഞത്, ജ്വരചികിത്സയിലാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് സ്വേദന സ്നേഹനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു വടി, ഒരു സിമിലി പറയുന്നുണ്ട്. എങ്ങനെയാണോ ഒരു വടി ഒരു സ്റ്റിക്ക് നമ്മളൊരു ഒരു കാട്ടിൽ നിന്ന് ഒരു വടിയെടുത്ത് കൊണ്ടുവന്ന് അതെങ്ങനെ സ്നേഹം നമ്മൾ ഓയിൽ പുരട്ടി നമ്മൾ പിന്നെ ചൂടാക്കി കഴിഞ്ഞാൽ അതെങ്ങനെ വടിയോ അത് ഒടിയുമോ, ആ വടി എങ്ങനെയൊക്കെ നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുമോ, കാരണം ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകത്തില്ല. സാധാരണ ഒരു വടി കൊണ്ട് നമ്മൾ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. പക്ഷേ സ്നേഹനവും സ്വേദനവും ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലെക്സിബിൾ ആയിരിക്കും, അതൊരിക്കലും പൊട്ടിപ്പോകത്തില്ല. അതുപോലെയാണ് സ്നേഹനം സ്വേദനം ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ഫ്ലെക്സിബിൾ ആയിരിക്കും. എന്തിന് ഫ്ലെക്സിബിൾ ആയിരിക്കും? ദോഷത്തിനെ എലിമിനേറ്റ് ചെയ്യാൻ ഫ്ലെക്സിബിൾ ആയിരിക്കും ബോഡി. ദോഷത്തിന് ഒരു ഹാമ്പറിങ്ങും വരത്തില്ല. അതുകൊണ്ടാണ് പൂർവ്വകർമ്മങ്ങളായിട്ട്, അത് ശോധനത്തിന് മുമ്പ് ചെയ്യുന്ന പൂർവ്വകർമ്മങ്ങളാണ് സ്നേഹനവും സ്വേദനവും. ആ ഒരു ചെയ്തില്ലെങ്കിൽ ബോഡി പൊട്ടാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ ബോഡി ഹാമ്പർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. റെഫറൻസ് പറഞ്ഞിരിക്കുന്നത് ജ്വര ചികിത്സയല്ല, പറഞ്ഞിരിക്കുന്നത് വാദവ്യാധി ചികിത്സയാണ്. ഞാൻ വാദവ്യാധി എടുക്കുന്ന സമയത്ത് അത് പറഞ്ഞുതരാം. വാദവ്യാധിയിൽ സ്നേഹന സ്വേദനങ്ങൾ പറഞ്ഞുതരാം. കേവലം നിരൂഹമന്നം എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഇത് പറഞ്ഞിരിക്കുന്നത്. സോ ദെൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം? പിന്നെ അതിന് വാർത്തി ചെയ്യണം. സപ്പോസിറ്റേഴ്സ്, ആനൽ സപ്പോസിറ്റേഴ്സാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. നിരൂഹവസ്തി, സ്നേഹവസ്തി ചെയ്യണം. സ്നേഹവിരചന, അനുലോമന. ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം, ഈ സ്നേഹനമായിക്കോട്ടെ, സ്വേദനമായിക്കോട്ടെ, അല്ലെങ്കിൽ വർത്തി ആയിക്കോട്ടെ, നിരൂഹവസ്തിയായിക്കോട്ടെ, എല്ലാം വാദത്തിനെ അലിവേറ്റ് ചെയ്യുന്ന ക്രിയകളാണ്. ബിക്കോസ് ഈ അസുഖം ഉദാവർത്തം എന്ന് പറഞ്ഞാൽ അസുഖം തന്നെ വാദം ഇല്ലാതെ ഉദാവർത്തം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ വേറെ ദോഷങ്ങൾക്ക് നമ്മുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ല. വൺസ് വാദമാണ് യോഗവാഹി പ്രോപ്പർട്ടിയുള്ള വാദം വിഷയത്തിൽ വാദം ബാക്കി ദോഷത്തിനൊക്കെ കൊണ്ടുപോകും. നമ്മൾ പറയുന്നില്ലേ, ഞാൻ ചിലപ്പോൾ നമ്മൾ കളിക്കുന്നവരൊക്കെ പറയും ഞാൻ തോറ്റ് കഴിഞ്ഞാലും പ്രശ്നമില്ല, ഞാൻ തോക്കുന്ന സമയത്ത് ഞാൻ മറ്റുള്ളവരെയും കൂടി പിടിച്ചിട്ടേ ഞാൻ തോക്കത്തുള്ളൂ. അവിടെ മീൻസ് ഞാൻ വെള്ളത്തിൽ മുങ്ങുകയാണെങ്കിൽ തന്നെ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഞാൻ മുങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരുത്തിനെയും കൂടി പിടിച്ച് മുക്കിയിട്ടേ ഞാൻ പിന്നെ മരിക്കത്തുള്ളൂ എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ. അതുപോലെയാണ് ഈ വാദം വിഷയത്തിൽ വാദം ഒറ്റയ്ക്ക് വിഷയത്തില്ല, കൂടെ വരുന്ന അവിടെ കണ്ട എല്ലാ സാധനത്തെയും നമുക്ക് പിടിച്ചു വലിക്കും, കാരണം യോഗവാഹി പ്രോപ്പർട്ടിയിലാണ്. സോ ഇവിടെ അതിന് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റാണ് അനുലോമനമാണ്. വാദത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അനുലോമനം. ബിക്കോസ് അനുലോമനമായിട്ടാണ് ബോഡിയിൽ വാദമുള്ളത്. ലോമത്തിൻ്റെ ഡയറക്ഷനിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പ്രതിലോമമായിട്ട് വന്നു കഴിഞ്ഞാൽ, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ, അത് വിശേഷം വന്നു കഴിഞ്ഞാൽ, അങ്ങനെയാണ് വമനമൊക്കെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പ്രതിലോമം വന്നു കഴിഞ്ഞാൽ പിന്നെ കാസം രാജേഷ്മ എല്ലാ അസുഖങ്ങളും കാരണം വാദത്തിൻ്റെ പ്രതിലോമഗതിയാണ്, വാദത്തിൻ്റെ ഒബ്സ്ട്രക്ഷൻ ആണ് ഈ കാരണം. സോ വാദം വൺസ് ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ, വാദത്തിൻ്റെ പ്രതിലോമം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അനുലോമനമാണ്. സോ അനുലോമനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. സ്നേഹന വിരചനങ്ങളും വാദത്തിൻ്റെ ഏറ്റവും വലിയ ഇതാണ് ഓപ്പോസിറ്റ്. ഫസ്റ്റ് ഗുണമാണ് രൂക്ഷത്തിൻ്റെ ഓപ്പോസിറ്റ് സ്നേഹം. സോ സ്നേഹമായിട്ടുള്ള എല്ലാ ക്രിയകളും നമ്മൾ ചെയ്യണം. ബെസ്റ്റാണ് അനുലോമനം. നിങ്ങൾ പക്ഷാഘാതം നിദാനത്തിൽ കഴിഞ്ഞ വർഷം പഠിച്ചു. ഇപ്പോൾ നിങ്ങൾ കൗമാരത്തിൽ പക്ഷാഘാതം ചിലപ്പോൾ പഠിച്ചിട്ടുണ്ട്. പക്ഷാഘാത ട്രീറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞാൽ സ്നേഹനം, സ്നേഹസംയുക്തം, പക്ഷാഘാത വിരചനം, സ്നേഹനം, സ്വേദസംയുക്തം, പക്ഷാഘാത വിരചനം. ഇതാണ് ചരകനും അഷ്ടാംഗതയും സിമിലറാണ് പറയുന്നത്. പക്ഷേ സ്നേഹസംയുക്തം, പക്ഷാഘാത വിരചനം, സ്നേഹമായിട്ടുള്ള വിരചനം ചെയ്യാനാണ് പക്ഷാഘാതം പറഞ്ഞത്. സ്നേഹമായിട്ടുള്ള സ്വേദനങ്ങളും സ്നേഹനമായിട്ടുള്ള വിരചനങ്ങളുമാണ് പക്ഷാഘാതം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന വാദത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ സ്നേഹമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ല അനുലോമനം ചെയ്യണം. വിരചനം മീൻസ് നത്തിങ് ബട്ട് അനുലോമന, ശ്രംസനം. സോ ഈ ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ്. യു ഹാവ് ടു സ്റ്റഡി ദിസ് ശ്ലോക. ദെൻ ആനൽ സപ്പോസിറ്ററീസ് നിങ്ങൾ കണ്ടിരുന്നറിയില്ല. ആനൽ സപ്പോസിറ്ററീസ് ചെയ്യുന്നത്, ആനൽ സപ്പോസിറ്ററി എന്ന് വെച്ചാൽ നമ്മൾ ഒരു വർത്തി എടുക്കും. അതിപ്പം അവൈലബിൾ ആണ് മെഡിക്കൽ സ്റ്റോഴ്സിലൊക്കെ. അതൊരു ചെറിയ സാധനം നമ്മൾ ആനൽ കനാൽ ഡയലൈറ്റ് ചെയ്തിട്ട് അവിടെ വെക്കും. വെച്ചിട്ട് വിത്തിൻ 1 or 2 minutes ഒന്നും വേണ്ട, അപ്പോഴത്തേക്ക് തന്നെ ബോഡി കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനാണ് നമ്മളിങ്ങനെ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് വരും. ഇവിടെ ഇപ്പം ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ അപാനവാദത്തിൻ്റെ ഒരു സ്ഥലമാണ് ഈ ആനൽ കനാൽ അല്ലെ ആനൽ റൂട്ട് എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ വരിക, അവിടെ ഒരു ബ്ലോക്ക് വരിക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ആനൽ സപ്പോസിറ്റർ വെച്ച് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പുറത്തേക്ക് പോകും. അവിടെ ഒരു അനുലോമന ആക്ഷൻസ് ആണ് നടക്കുന്നത്. സോ ഇവിടെ കൊടുക്കേണ്ട ക്ഷാമത്രിവൃത്, ദന്തി, നീല ഇങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സപ്പോസിറ്ററീസ് ഉണ്ടാക്കുക. ദെൻ ഇവിടെ പ്രഥമനം ഇൻസുലേഷൻ പറയുന്നുണ്ട്. ചൂർണ്ണങ്ങൾ കൊടുക്കുക. ഇത് ആനൽ കനാലിൽ ചൂർണ്ണങ്ങൾ വെച്ച് കൊടുക്കുക ആനൽ റൂട്ടിലേക്ക്. അപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടായിട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടുള്ള ഫീക്കൽ മാറ്ററൊക്കെ വരും. അത് അനുലോമനം നടക്കുകയും ചെയ്യും. സോ ഡയറ്റിൻ ഉദാവർത്ത അനുലോമനമായിട്ടുള്ള അന്നങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ത്രിവൃത്, സുധാ, പത്ര, തിലാദി, ശാഖ, ഗ്രാമ്യ, ഓദകാനുപരസേർവ എന്നം, അന്വേഷ, സൃഷ്ട, അനില, മൂത്ര, വിഡ്ബിരദ്യാത്, പ്രസന്ന, ഗുഡ, സിദ്ധുപായി. സോ ഇതുപോലുള്ള നിങ്ങൾ ബാർലി മെയ്ഡ് ഫുഡാണ് എന്നൊക്കെ വെച്ചിട്ട് ത്രിവൃത്തായിട്ട് സ്നുഹി ലീവ്സ്, സീസം എക്സെട്ര, വെജിറ്റബിൾ, മീറ്റ് സൂപ്സ്, ഡൊമസ്റ്റിക്സ്,
അക്വാട്ടിക് ആൻഡ് മാഷി അനിമൽസ് ഇതൊക്കെ കൊടുത്തിട്ട് ഗുണമായിട്ടുള്ള സിതുവൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അൻലോമനമായിട്ടുള്ള ഇതൊക്കെ വാതത്തിനെ അൻലോമിപ്പിക്കുന്ന ഫുഡുകളാണിത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ വാത അൻലോമനം നടക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടൊന്നും അറിയത്തില്ല, ഇപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് കടീഗ്രഹം വന്നു കഴിഞ്ഞാൽ പെട്ടെന്നായിട്ട് നമ്മൾ ചില ആൾ കുനിഞ്ഞ് നിന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും വെയിറ്റുള്ള സാധനം കഴിച്ചാൽ നമ്മുടെ കടീഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക സ്റ്റക്കായി പോകും നമ്മുടെ നട്ടല്. അത് പെട്ടെന്ന് എല്ലാവർക്കും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ കാണുന്നതാണ്. സോ അങ്ങനെയുള്ള ആയുർവേദം ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് അൻലോമനമാണ്. അപ്പം കൊടുക്കുക, ഒരു വിരേചനമാണ് അവിടെ കൊടുക്കുക. നമ്മൾ ഏറ്റവും ബെസ്റ്റ് അവിടെ അപ്പം തന്നെ പേഷ്യൻറ്റ് ഇങ്ങനെ വെട്ടി നിൽക്കുക വെച്ചാൽ കിടക്കാനൊക്കെ പറ്റും, പക്ഷേ എഴുന്നേക്കാൻ പറ്റില്ല, കുറച്ചൊരു ഒരേ പൊസിഷനിൽ കിടക്കാൻ പറ്റില്ല, ഒരു ജോലി എടുക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല. അങ്ങനെ അവസ്ഥയിൽ നമ്മൾ കൊടുക്കുക വിരേചനമാണ്. അത് വിരേചനം കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുക ആവണക്കണ്ണ ബേസ്ഡാണ്. നിംബാമറാതി ഏരണ്ടം അല്ലെങ്കിൽ സിന്ധുവാര ഏരണ്ടം, ഏരണ്ടതായാലും ഗന്ധർവസ്താത് ഏരണ്ടം ഇതൊക്കെ കൊടുക്കുക. പക്ഷേ സിന്ധുവാര ഏരണ്ടാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സിന്ധുവാര മീൻസ് നിർഗുണ്ടി പ്ലസ് ഏരണ്ടം. നിർഗുണ്ടി ഒരു ഇൻഫെക്ഷസും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രഹം വന്നു കഴിഞ്ഞാൽ അതിന് ഗ്രഹം മാറുന്നതിന് ഏറ്റവും ബെസ്റ്റാണ് നിർഗുണ്ടി. സോ സിന്ധുവാര ഏരണ്ടാണ് നമ്മൾ ഈ കണ്ടീഷൻ കൊടുക്കുന്നത്. അൻലോമനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ അവിടെ കൊടുക്കുക. സോ ദിസ് ഈസ് റിഗാർഡിംഗ് ദ കൺസെപ്റ്റ് ഓഫ് ഉദാവർത്ത. ദിസ് ഇസ് എമംഗ് ദിസ് യു ഹാവ് ടു സ്റ്റഡി ഓൺലി ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഉദാവർത്ത, ബട്ട് യു മേ ബി ഹാവിംഗ് അവെയർ അബൌട്ട് ഓൾ ദ കൺസെപ്റ്റ്സ് റിഗാർഡിംഗ് ദിസ് ട്രിമർമ. Once you know the concept properly, then only you will understand what is Udavarta. And ഇത്രയോളം ഞാൻ പഠിച്ചപ്പം നിങ്ങൾ അല്ലെങ്കിൽ ഇത്രത്തോളം ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞപ്പം ഐ ആം നോട്ട് അറ്റ് ഓൾ ഡീലിംഗ് വിത്ത് മച്ച് മോർ അബൌട്ട് ഉദാവർത്ത. ഐ വാസ് correlating, I was discussing or dealing with everything about Vada. So once you have getting a knowledge regarding Vada properly, and you be having understand that Vada, how the Vadas are moving in the body, how the Vada is affecting or how Vada is vitiating itself or vitiating other doshyas. സോ യു ബി ഹാവിങ് ഗെറ്റിംഗ് ഗുഡ് ഐഡിയ റിഗാർഡിംഗ് ദിസ് വൺ. സോ അതിൽ എനിക്കൊരു കാര്യം കൂടി പറയേണ്ട ഒറ്റം കൂടി രോഗാൻ അനുൽപാദന അധ്യായം അഷ്ടാനത്തിൽ 4th ചാപ്റ്ററിലെ വേഗാന ധാരണയും 7th ചാപ്റ്റർ ഇതിലൊക്കെ പഠിക്കുമ്പോൾ വാദങ്ങൾ നമ്മൾ പഠിക്കും. വേഗാന ധാര വാദമിന്മൂത്ര ക്ഷവത്രക്ഷുത നിദ്രാകാശ ശ്രമശ്വാസ ജുംബാസുഷാതിരസം. ഈ 13 വേഗങ്ങളാണ് ഈ ഉദാവർത്തത്തിൻ്റെ ബേസിസ്. അങ്ങനെയാണ് 13 ടൈപ്പ് ഉദാവർത്തങ്ങളും നമ്മൾ പറയും. 13 വേഗങ്ങൾ കാരണം 13 ടൈപ്പ് ഉദാവർത്തങ്ങളും ഉണ്ടാകും. സോ ബേസിക്കലി ഈ രോഗാൻ അനുൽപാദനീയം അധ്യായം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക. നമ്മളതിപ്പം പഠിക്കുക. ഫസ്റ്റ് വൺ അതോ വാദസ്രോധന ഗുൽമോദാവർത്തരുക്ലമഹ വാദമൂത്ര ശകത്സംഗ ദൃഷ്ടി അഗ്നിവധഹൃദ്രഹ. പിന്നെ അടുത്തത് ശകൃത പിണ്ടികോദശ പ്രതിശ്യാശിരോജഹ. ഇങ്ങനെ നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ബേസിക് എന്ന് വെച്ചാൽ വാദത്തിൻ്റെ വിശേഷമാണ് അവിടെ കാണിക്കുന്നത്. വാദം എങ്ങനെയാണ് വിഷേറ്റ് ചെയ്യുക? കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത് അതോ വാദസ്യരോധന എവിടെയാണ്? അതോ വാദം താഴത്തെ അപാനൻ്റെ സൈറ്റിലാണ് പറയുന്നത്. അപാനൻ്റെ അടുത്തുനിന്ന് അവിടെ വിഷേറ്റം ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഇനി എൻ്റെ നേരെ മേലെ എന്തുണ്ടാവും? അത് വിഷേറ്റ് ചെയ്തു. മീൻസ് അപാനവാദത്തിൻ്റെ ഏറ്റവും താഴത്തെ സൈറ്റിൽ വിഷേറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് പറയുന്നത് അതോ വാദസ്യരോധന. അതിനുശേഷം കുറച്ച് മേലോട്ട് വന്നു. ഇനി എന്താ പക്വാശത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെഫിക്കേഷൻ ശകൃത പിണ്ടി ഉദ്ദിഷ്ട. അതിനുശേഷം ആചാര്യൻ എന്താണ് പറയുന്നത്? അംഗഭംഗാശ്മരി വസ്തിമേറ്റർ വംശന എന്ന് വെച്ചാൽ പിന്നെ പറയുന്നത് മൂത്രത്തിൻ്റെ പറയുന്നു. ഇനി മൂത്രത്തിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി പറയുന്നത് ഉദ്ഗാനം പറയുന്നു. അങ്ങനെ ഒരു വാദത്തിൻ്റെ സ്റ്റെപ്പ് പാത്തോളജിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി വാദം ഏറ്റവും അവസാനം എല്ലാവരും എത്തിക്കുക ശുക്രത്തിൽ എത്തിക്കഴിയുന്നു. അതായത് ഡീപ്പസ്റ്റ് ധാതുവിൽ എത്തുന്ന ഒരു അവസ്ഥയിലാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഇസ് വാട്ട് ആയുർവേദ ഈസ് രഹസ്യം പരമമുത്തമം ഇത് സർവ്വവികാരണം ചികിത്സിതം ഉത്തമം എന്ന് പറഞ്ഞിട്ടാണ് ശരകൻ തന്നെ പറഞ്ഞിരിക്കുന്നത് രഹസ്യാനം പരമമുത്തമം എന്ന്. സോ ദിസ് ഈസ് റിഗാർഡിംഗ് ദ കൺസെപ്റ്റ് ഓഫ് ഉദാവർത്ത. സോ താങ്ക് യു.